വെയർഹൗസ് പ്രോജക്റ്റിലേക്ക് ഒരു ലാൻഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഇവിടെ ചെയ്യുന്നൊരു ബിഗ് മിസ്റ്റേക്ക് എന്താണെന്നറിയോ? കൈവശം ലാൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് അവരുടെ കയ്യിൽ ഫണ്ടും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു വലിയൊരു യൂണിറ്റ് പണിയും. പക്ഷേ ഈ പണിയുന്ന വെയർഹൗസ് ആണെങ്കിലും ഇനിയിപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി അവിടെ കിട്ടും എന്നുള്ളത് നമ്മൾ അഷ്വർ ചെയ്യാതെ പോകുന്ന പല പ്രൊജക്റ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വലിയ യൂണിറ്റ് വരുന്ന സമയത്ത് അതിലേക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ വെയർഹൗസ് ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പല കമ്പനികളും അത് റിജക്റ്റ് ആവും. അപ്പം ഇത് വളരെ വലിയൊരു പോയിൻ്റാണ്. നിങ്ങൾ ഒരു ലാൻഡിൽ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ അതിന് എത്ര വലിയ യൂണിറ്റാണ്, ആ യൂണിറ്റിലേക്ക് കൃത്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി നമുക്കവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്ത് അതിൻ്റെ സബ്സ്റ്റേഷനോ വല്ലതും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് നമുക്ക് വരും, എത്ര സമയമെടുക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇലക്ട്രിസിറ്റി കൊണ്ടുവരാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം നല്ലതാണ്. കാരണം ഇതൊക്കെ വലിയ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അറിയാതെ ഒത്തിരി ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, സാധനം വെയർഹൗസ് കെട്ടിവെക്കുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് ക്ലയൻറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ലോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്.